കർത്താവിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ കഴിയാതെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മെ ചുറ്റിപ്പിടിക്കുന്ന ഏതെങ്കിലും പാപത്തിന്റെ ലാഞ്ചനകൾ നൽകുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സുന്ദരസുദിനം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്ത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും എക്സൽ മീഡിയയുടെ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായമാണ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്ത ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന ഒരു അപരനാമം യോഹന്നാനുണ്ട്. ഈ യോഹന്നാൻ സുവിശേഷം എഴുതി, 3 ലേഖനങ്ങൾ എഴുതി, വെളിപ്പാട് പുസ്തകം ഈ യോഹന്നാനാണ് എഴുതിയത്. യേശു ക്രിസ്തുവിൻ്റെ അന്ത്യസമയത്ത് കാൽവരി ക്രൂശിൽ വെച്ച് ഈ അരുമശിഷ്യനായ യോഹന്നാനെയാണ് തൻ്റെ അമ്മ മറിയത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. യേശുവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ യോഹന്നാൻ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൻ്റെ ആദ്യ വചനത്തിൽ അദ്ദേഹം പറയുന്നതിനെയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷനായി. ആദ്യം മുതലുള്ളത് എന്ന് പറഞ്ഞാൽ അനാദി കാലം മുതൽക്കേ ഉള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യവും തമ്മിൽ ചേർത്ത് പഠിക്കുമ്പോൾ അനാദി കാലം മുതൽക്കേ ദൈവമായി വചനമായി യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു മുഖാന്തരം സകലത്തെ ഉളവാക്കി എന്ന് പഠിക്കുവാനായി കഴിയും. യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് അല്ലെങ്കിൽ പ്രത്യക്ഷത നിത്യജീവൻ മനുഷ്യന് കൊടുക്കുവാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടു പോയ ജീവനെ തിരികെ കൊടുക്കുവാൻ വേണ്ടിയാണ്. യേശുവിനെ കേൾക്കുന്നത് ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ ജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. മരണത്തിന്റെ അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തിയാണ് എങ്കിൽ യേശുവിന്റെ ശബ്ദം കേട്ടാൽ മരണം മാറി ജീവത്തിലേക്ക് വരും. മരിച്ച വ്യക്തികളെ യേശു വിളിച്ച് എഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിടുതൽ ഏത് ക്രൂരമായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുന്നതിലൂടെ ആ വ്യക്തി പുതുജീവൻ പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും, വീണ്ടെടുപ്പ് പ്രാപിക്കും, നിത്യജീവന്റെ അവകാശിയായി മാറും. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുവാൻ കഴിയുമെങ്കിൽ അവൻ നമ്മുടെ പാപം നമ്മോട് ക്ഷമിച്ച് നമ്മുടെ അകൃത്യങ്ങളെ കർത്താവ് നീക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാണ് യേശു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയരെ, ഇന്ന് രാവിലെ സമയം നമ്മുടെ കർത്താവിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ കഴിയാതെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മെ ചുറ്റിപ്പിടിക്കുന്ന ഏതെങ്കിലും പാപത്തിന്റെ ലാഞ്ചനകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നാം പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് ഒന്നുകൂടി അടുത്തു വരുവാൻ ഈ വചനം കേൾവി നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.